ഇപ്പൊ അറിയാതെ ഇവ രണ്ടുപേരും കൂടെ കിസ് ചെയ്യുമ്പം അവളാണ് സോറി പറഞ്ഞിട്ട് അവളുടെ അനിയൻ തിരിച്ചു പോയോ ഇല്ലെന്ന് നോക്കും. അപ്പോഴാണ് അവനെ കണ്ട് ഇവൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞുടനെ ഇവന്റെ തലയിടിച്ച് അവനാണ് ബോധം കെട്ടിയുന്നതും. അങ്ങനെ അതിനുശേഷം അവളുടെ അച്ഛൻ അവിടേക്ക് വന്ന കാര്യം അറിഞ്ഞ് ഇവൾ അവസാനം വരെ അവര് കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ മറിഞ്ഞിരിക്കും. അങ്ങനെ അവരകത്തേക്ക് കയറിയ ശേഷം ഇവനെ വിളിച്ചുണർത്താൻ നോക്കുമ്പം ഇവനാണ് ഒറ്റയടിയിൽ ബോധമില്ലാതായി പോയി. അതോടെ അവളാണ് പേടിച്ചിട്ട് കൊലപാതകമായോ ദൈവമെന്ന് പറഞ്ഞ് അവൾ ഞെട്ടിപ്പോവും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവനും ഇന്നലെ ഇവള് ചെയ്തതിനൊക്കെ എല്ലാം ചേർത്ത് ഈ കോൺട്രാക്ട് സൈൻ ഇടാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് അവൾ അതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഈ കോൺട്രാക്ട് പറഞ്ഞ പോലെ ചെയ്തില്ല, ഇവന് കോടിക്കണക്കിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. അതോടെ അവളാണ് പേടിച്ചിട്ട് കോടിക്കണക്കിന് പൈസ തരാനോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇതൊരു ബ്ലാക്ക് മെയിൽ ആണ് എന്ന് അവൾ പറയുമ്പം അവനാണ് ഇന്നലെ ഇവള് തലയടിച്ചതുകൊണ്ട് അവൻ ഇന്ന് വർക്ക് പോലും ചെയ്തില്ലെന്ന് പറയും. അങ്ങനെ അത് കാരണം എത്ര കോടി നഷ്ടമായി ഇവൾക്കെല്ലാം അറിയാൻ ചോദിക്കുമ്പോൾ അവളാണ് എന്നാൽ ഇതിലൊന്നും അവൾക്ക് സൈൻ ഇടാൻ പറ്റത്തില്ലെന്ന് പറയും. അവിടെ ഇന്നലെ അങ്ങനെ തലയടിച്ചതിന് ഇവള് വേറെ എന്തേലൊക്കെ പരിഹാരം ചെയ്യാന്ന് പറയുമ്പം അവനാണ് വേറെ പരിഹാരത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇവൾക്കെതിരെ ഫൈൻ ഇടണ്ടെങ്കിൽ എങ്കിൽ പിന്നെ ഈ കോൺട്രാക്ട് സൈൻ ഇടാൻ പറയും. അങ്ങനെയാണ് ഇവൾക്ക് കിട്ടേണ്ട പൈസ അവൻ തരും, ഇവൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റുമെന്ന് പറഞ്ഞ് അവനൊരു ഡീൽ വയ്ക്കുമ്പം ഇവളാണ് സൈൻ ഇടാൻ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന് നൈസിന് നമ്മുടെ ലോയറിന് വിളിച്ചെന്ന് പറഞ്ഞ് സെക്രട്ടറിയോട് സംസാരിക്കുമ്പം ഇവൾ അപ്പത്തന്നെ പേടിച്ചിട്ട് ഞാൻ സൈൻ എടുത്തില്ലെന്ന് എപ്പോഴാ പറഞ്ഞ, നിനക്ക് ഭയങ്കര ധൃതിയാന്നാ തോന്നുന്നത് എന്നിട്ട് ഇവൾ അവസാനം സൈൻ ഇട്ട് കൊടുക്കുമ്പം അവനും ഈ കോൺട്രാക്ട് ഇപ്പൊ സെറ്റിലായെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഡീൽ ചെയ്യും. അങ്ങനെ അതിനുശേഷം അവനും ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അവന്റെ പ്രൊഫൈലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അതൊക്കെ കണ്ട് അവളും 18ാമത്തെ വയസ്സ് തന്നെ നിനക്ക് കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലേ എന്നിന് അവൾ അതൊക്കെ കണ്ട് ഇംപ്രസ് ആയിരിക്കുമ്പം അവനും പെട്ടെന്ന് ഷോ കാണിക്കാൻ തുടങ്ങും. ഇതൊക്കെ ചെറിയ കാര്യമാണ്, ഇത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അതിനുശേഷം അവൾ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇവൻ ന്യൂയോർക്ക് വെച്ച് പ്രണയത്തിൽ വീണെന്ന് പറഞ്ഞ് അവന്റെ പ്രൊഫൈലിൽ കാണും. അപ്പോഴാണ് അവളും ന്യൂയോർക്ക് വെച്ച് ഇവൻ ആരോടെ വീണെന്ന് പറഞ്ഞു ചോദിക്കുമ്പം സെക്രട്ടറി തന്നെ പറഞ്ഞു കൊടുക്കും 2 വർഷം മുമ്പ് ന്യൂയോർക്ക് വെച്ച് ഇവളെ കണ്ട് പ്രണയത്തിൽ വീണേട്ട അവന്മാര് കഥ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് അതേപോലെ ആയിരിക്കണം അവന്റെ അപ്പൂപ്പനോടും ബിഹേവ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ ഇവളുടെ ജീവിതം എങ്ങനെ മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു നോക്കുമ്പം ഇവളുടെ അച്ഛനമ്മ അനിയനും കൂടെ ഒരു പക്ക റിച്ച് ഫാമിലി ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഇവരൊരു ഡോക്ടർ ഫാമിലിയാ. അങ്ങനെ അത് കണ്ട് അവളാണ് ഇതൊക്കെ ഇവളുടെ ഫാമിലി തന്നെയാണെന്ന് ചോദിക്കുമ്പം സെക്രട്ടറിയും ഇങ്ങനെയൊക്കെ കുറച്ച് ഷോ കാണിച്ചാല് അവന്റെ അപ്പൂപ്പൻ വെറുതെ ഇരിക്കത്തുള്ളെന്ന് പറഞ്ഞ് ഇവൾ ഇതേപോലെ ഇതൊക്കെ കാണാപ്പാടം പഠിച്ച് അവളുടെ ജീവിതം മനസ്സിലാക്കി വെക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ടീമും അടുത്ത ഞായറാഴ്ച ഇവന്റെ അപ്പൂപ്പനായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ അതിനുമ്പ് എല്ലാം പഠിച്ചിരിക്കണം എന്ന് പറയുമ്പം അവളും കുറച്ച് അപ്സെറ്റായി അതൊക്കെ അവൾ നോക്കാന്ന് പറയും. അതിനുശേഷം അന്നോട്ട് ഇവൾ കുറച്ചു ദിവസം ഷിൻഗുംഹി ആയിട്ട് ജീവിക്കാൻ വേണ്ടി അവൾ അവനെക്കുറിച്ചും ഇവളെക്കുറിച്ചും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കാണുന്ന അവളുടെ കൂട്ടുകാരിയാണ് വീണ്ടും കള്ളം പറഞ്ഞ് ഇപ്പൊ അവന്റെ ഗേൾഫ്രണ്ടായിട്ട് ജീവിക്കാൻ പോകണം ചോദിക്കുമ്പം ഷിൻഹാരിയാണ് ഇതൊക്കെ ഇവള് കാരണം ഉണ്ടായ ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ അവന്റെ കൂടെ കോൺട്രാക്ട് ചെയ്തില്ല, അവൻ കോടിക്കണക്കിന് പൈസ ഒഴിച്ച് അവസാനം ഇവളെ കുറിച്ചുള്ള സത്യം എല്ലാം കണ്ടെത്തുമെന്ന് പറയും. അങ്ങനെയാണ് പിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയ ഇവള് പിന്നെ പട്ടിണി അടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അതിനും ഭേദം ഈ കോൺട്രാക്ട് ആന്ന് അവളോട് പറയും. അങ്ങനെ അതുകൊണ്ട് കൂട്ടുകാരിയും കുറച്ച് കുറ്റബോധത്തോടെ എങ്കിൽ പിന്നെ ഗിംഹിയെ കുറിച്ച് നീ നല്ലോണം പഠിച്ചു വെച്ചു, അവിടെ വെച്ച് തെറ്റിക്കല്ലേ. പിന്നെ ഞാൻ വേണ ഒരു കാര്യം പറഞ്ഞുതരാം, മറ്റേ കങ്ടേമും ഇല്ലേ അവന്റെ അച്ഛനമ്മയും കൊച്ചിലെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാ, പക്ഷെ അതൊരു ആക്സിഡന്റ് ആയിട്ടില്ല, ആരോ കൊല്ലാൻ നോക്കിയതായിട്ടാ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉള്ളയാണോ അതിലെ തള്ളാണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും അവനെ കുറിച്ചൊരു കാര്യം നീയും കൂടെ അറിഞ്ഞു വെച്ചോ എന്നിന് ഇവളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഒരു ദിവസം ടീമും ഇവളെ അവന്റെ അപ്പൂപ്പനോട് കാണിക്കും മുമ്പേ തന്നെ അവളെ പുറത്ത് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ഇവളെല്ലാ കാര്യം കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഒരു ടെസ്റ്റ് നടത്തും. അപ്പോഴാണ് അവളും ഇവനെ കുറിച്ച് കാണാപ്പാടം പഠിച്ചതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവനാണ് ഇവളെ നിർത്താൻ പറഞ്ഞിട്ട് ഇവൾ എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ അപ്പൂപ്പൻ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇവളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേക്കോന്ന് പറയുമ്പോൾ അവനാണ് എന്നും പറഞ്ഞ് നീ ഇങ്ങനെ കാണാതെ പഠിച്ച പോലെ ചറവറാന്ന് പറഞ്ഞ ഏതോ പരീക്ഷയ്ക്ക് പഠിച്ച പോലെ എനിക്ക് വന്ന് എന്നിന് ഇവനും പറയുമ്പം അവളാണ് ഇവൾക്കെല്ലാം അറിയാം, വല്ല സംശയമുണ്ട് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവന്റെ അപ്പൂപ്പൻ ഇവളെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കാണണമെന്ന് പറഞ്ഞ ഇവൾ ആ സമയത്ത് എന്തുത്തരം പറയാൻ ചോദിക്കുമ്പം അവളാണ് നിന്റെ അപ്പൂപ്പൻ ചോദിച്ച കാണണമെന്ന് പറയും, എന്നാലല്ലേ ഡൗട്ട് വരായിരിക്കത്തുള്ളു എന്നിന് അവൾ പറയുമ്പം അവനാണ് ആൻസർ തെറ്റെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇവരുടെ ഫേക്ക് ആയിട്ടുള്ള ലവ് ആനിവേഴ്സറി വരുമെന്ന് പറയും. അങ്ങനെ ആ ദിവസം അപ്പൂപ്പനെ കാണാൻ പോവാന്ന് പറഞ്ഞ പിന്നെ അങ്ങേർക്ക് സംശയം വരുത്തില്ലെന്ന് പറഞ്ഞ് ഇവന് ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് നിനക്കറിയാലേ പിന്നെന്താ ഈ മണ്ടത്തരായിട്ടുള്ള ചോദ്യം എന്നോട് ചോദിക്കുന്നത്, നീ ഇങ്ങനെ ചുറ്റി വളച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, നമ്മൾ ആദ്യം കണ്ടപ്പോ ഞാൻ ഏത് ഡ്രസ്സാ ധരിച്ചിരുന്നത് എന്നിന് അവൾ അവനെ ചോദ്യം ചെയ്യുമ്പം ഇവനാണ് അതങ്ങനെ അവൻ അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും തെറ്റായിട്ടുള്ള ഉത്തരം നീ അറിഞ്ഞിരിക്കണം, കാരണം നമ്മൾ ആദ്യം കണ്ട ദിവസമല്ലേ ഇത്, ന്യൂയോർക്ക് ഈ മഴയത്ത് വെച്ചായിരുന്നു നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ, ആ സമയത്ത് ആൾക്കാരുടെ മഞ്ഞ റെയിൻകോട്ട് ഇട്ട എന്നെ മാത്രമേ നിന്നെ കാണാൻ തോന്നിയുള്ളൂ, അതാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റ് എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവനാണ് ടെൻഷനായിട്ട് മഴ ദിവസം അവനൊട്ടും ഇഷ്ടമല്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് നമുക്കത് വേറെ ദിവസം ആക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും ഇവളെ വീട് വരെ ഒന്ന് കൊണ്ടാക്കണ്ടെന്ന് പറയുമ്പം അവന്മാരാണ് ഈ രാത്രി ഒറ്റയ്ക്കൊന്ന്
സേഫ് അല്ലെന്നറിഞ്ഞ് ഇവളെ കൊണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇവള് കടന്നുറങ്ങി അവന്റെ ദേഹത്ത് വീഴാൻ പോകുമ്പം അവനാണ് റൊമാൻറ്റിക് ആയിട്ട് അവള് പിടിച്ച് നിർത്തുമ്പോൾ തന്നെ ഇവൾ എഴുന്നേക്കുന്നുണ്ട് പേടിച്ച് അങ്ങോട്ട് പിടിച്ചങ്ങ് തള്ളിയിടും. അങ്ങനെ അതോടെ അവളാണ് വിൻഡോ ചെന്നിടിച്ചിട്ട് ഇവളുടെ വീടെത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ സെക്രട്ടറി ഇപ്പൊ എത്തുന്നറിഞ്ഞ് സമാധാനപ്പെടാൻ പറയും. അതേസമയം ഇവിടെ ടീമുമാണ് ഇവൻ തള്ളിയിട്ടതെല്ലാം കണ്ടോന്നറിഞ്ഞ് അവനും കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ അതിനുശേഷം അവളുടെ വീടെത്തി അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം ഇവനാണ് വിൻഡോ നോക്കിയിട്ട് അവളുടെ മേക്കപ്പ് അതിനെ തൊട്ടിരിക്കുന്നുണ്ട്. അവനങ്ങ് ചിരിക്കും. അപ്പോഴാണ് സെക്രട്ടറിയും ഇവൻ എന്തിനു പെട്ടെന്ന് ചിരിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഒന്നില്ലെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ അവളാലും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ യോങ്സയുടെ അച്ഛനാണ് വീണ്ടും ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകാൻ പറയുമ്പം അവളാണ് വെറുത്തുപോയിട്ട് ഇവൾക്ക് അറേഞ്ച് മാരേജ് തന്നെ വേണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മി ഉടക്കാകുമ്പം അവസാനം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനും ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് എങ്കിൽ പിന്നെ അച്ഛന്റെ ATM കാർഡ് ഇങ്ങി താമോളെന്ന് അറിഞ്ഞ് അവളുടെ അത് വാങ്ങിക്കും. അങ്ങനെ അത് കേട്ട് അവളാണ് മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കുമ്പം ഇവളുടെ അച്ഛനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞല്ലേ എങ്കിൽ പിന്നെ മോള് സ്വന്തമായിട്ട് അങ്ങ് ജീവിക്കും, എന്നാലേ നിനക്ക് എന്റെ വില അറിയത്തുള്ളൂ എന്നിന് അതെല്ലാം വാങ്ങിച്ചു വെച്ച് ഇവളെ അങ്ങ് പറഞ്ഞയക്കും. പക്ഷെ അവള് പോകുന്നത് അവളുടെ അച്ഛനും ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം ഇവിടെ കമ്പനി വെച്ച് ഹാരിയുടെ ടീമിന് ഒരു ചെറിയ പ്രശ്നം വരും. അങ്ങനെ ടീം ലീഡർ ഇവരോടൊക്കെ ഇവരുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ചെഫ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കേസി കിടക്കുന്നുണ്ട്. വേറൊരു ചെഫിന് ഇപ്പൊ ഇവർ തപ്പേണ്ട അവസ്ഥയിലാണുള്ളത്. അങ്ങനെ അതുകൊണ്ട് ഹാരിയും അവളുടെ വേറെ ചെഫിന്റെ ലിസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ ടീം ലീഡറിനോട് കാണിക്കുമ്പം അവരാണ് അതൊക്കെ വിട്ടിട്ട് ഇവളുടെ കൂട്ടുകാരി മിൻവോ ഒരു ചെഫ് അല്ലേന്ന് ചോദിക്കും. അങ്ങനെ അവന്റെ ഫുഡും പൊളിയാന്ന് ഇവൾ എപ്പോഴും പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ അവര് വയ്ക്കുമ്പം ഹാരി സന്തോഷത്തി എങ്കിൽ പിന്നെ അവനെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് അത് ഓക്കെയാണ് ഇവൾക്ക് ഓക്കെയാന്ന് പറയും. അപ്പരാണ് മറ്റേ അങ്ങേരാണ് അവനെ തന്നെ വിളിക്കണോ, അവൻ ഇവിടുത്തെ ഗേൾസിന്റെ ഫീലിങ്സിലൊക്കെ കളിച്ചില്ലേ, അവനൊരു പ്ലേ ബോയ് ആണെന്നാ തോന്നുന്നത് എന്നിന് അങ്ങേര് പറയുമ്പം ടീം ലീഡറാണ് പാവപ്പെട്ട ഒരുത്തിനെ പ്ലേ ബോയ് എന്നൊക്കെ പറഞ്ഞ് അവനെ ഡാമേജ് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങേര് മിണ്ടാതിരിക്കാൻ പറയും. അപ്പരാണ് മറ്റേ റിജക്റ്റ് ആയ പെങ്കൊച്ചും എന്നെയും ഡീസന്റ് ആയിട്ട് റിജക്ട് ചെയ്ത് അതുകൊണ്ട് എനിക്കും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഇവളെ സന്തോഷത്തി ഓക്കെ പറയുമ്പം അവസാനം ഇവരെല്ലാരും കൂടെ അവനെ തന്നെ ചെഫാക്കാൻ തീരുമാനിക്കും. എന്നിട്ട് ഇവിടെ രാത്രി വീട്ടിൽ ടീമുന്റെ അപ്പൂപ്പനും ഡ്രാമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ടീമുമാണ് പെടുന്ന ഡ്രാമ കണ്ടിട്ട് അവനങ്ങ് ഷോക്കായി പോകും. കാരണം ഇവനും ഹാരിക്ക് നടന്ന അതേ സെയിം സംഭവം ഇപ്പൊ ആ ഡ്രാമയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അതുകൊണ്ട് അപ്പൂപ്പനും ആ ഹീറോ ഇപ്പൊ നമ്മുടെ ഗിംഹിയായിട്ട് സെറ്റായെന്നറിഞ്ഞ് അങ്ങേര് അവിടെ നിന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് ഒരു കിസിന് ശേഷം സെറ്റാകുന്നു, അതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല, ഇവന്മാരൊക്കെ ആരാണോ ഈ ഡ്രാമ എഴുതുന്നത് ഒന്നിനും കൊള്ളത്തില്ല എന്നിന് അവൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോകുമ്പം ഇവന്റെ അപ്പൂപ്പനാണ് ഉള്ളത് ഹിറ്റാടാ ഇത്, നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് വന്നോ, ഫാൻസിന്റെ നീ അടി വാങ്ങിച്ചു കൂട്ടും എന്നിന് ഇങ്ങനെ ദേഷ്യത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഷിൻഹാരി അവളുടെ കൂട്ടുകാരിയായിട്ട് മിൻവോടെ കടയിൽ ചെന്ന് അവനുണ്ടാക്കിയ ഫുഡിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കുറച്ച് ഡൗട്ടോടെ ഇവന്റെ ഫുഡൊക്കെ അത്രയ്ക്ക് അടിപൊളിയാണെന്ന് ചോദിക്കുമ്പം അവളും ഇവന്റെ ഫുഡ് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് കോൺഫിഡന്റ് ആയിട്ടിരിക്കുമ്പം ഇതൊക്കെ കേട്ട് ഇവളുടെ കൂട്ടുകാരിയാണ് നിനക്ക് അവന്റെ ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടോ എങ്കിൽ പിന്നെ അവനും കൂടെ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞേക്ക് അല്ലേ മോളെ എന്നിന് ഇവൾ അടുത്തിരുന്ന് കളിയാക്കുമ്പം ഹാരിയും ഇന്ന് നിനക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങണമെന്നല്ലേ പറഞ്ഞ്, എങ്ങനാ റോഡിൽ കിടന്നുറങ്ങുന്നു ഇപ്പം അല്ലേ മോളെ എന്നിന് ഇവള് തിരിച്ച് കളിയാക്കുമ്പം അവളുടെ കൂട്ടുകാരിയാണ് സോറി എന്നറിഞ്ഞ് അവളുടെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകും. അതിനുശേഷം ഇവളും താമസിക്കാൻ വേണ്ടി വീടൊക്കെ നോക്കുമ്പം എല്ലാം വമ്പം പൈസ ആയിരിക്കും. അതോടെ അവളാണ് പേടിച്ചിട്ട് ഇത്രയും പൈസ എന്റെ ഇല്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പിറുപിറുത്തോണ്ടിരിക്കുമ്പം ഇതൊക്കെ കേട്ട് ഹാരിയും അപ്പൊ ഇവളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസയൊക്കെ എവിടെ പോയും ചോദിക്കും. അപ്പോഴാണ് യോങ്സയും അക്കൗണ്ടിൽ കിടന്ന പൈസയൊക്കെ എനിക്ക് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കണ്ടേ, ഫർണിച്ചർ പിന്നെ ഡ്രസ്സ് അങ്ങനെ പറഞ്ഞ് കുറെ പോകും, അതുകൊണ്ട് എന്റെ ഒരു മാസ്റ്റർ പ്ലാൻ എന്തോന്ന് വെച്ചാൽ നിന്റെ കൂടെ ഇവിടെ താമസിക്കുവാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, നിനക്കത് സമ്മതമല്ലേ എന്നിന് ഇവള് ചോദിക്കുമ്പം ഹാരിയാണ് ദേഷ്യത്തി അവളെ ഒരു നോട്ടം നോക്കും. അതോടെ കൂട്ടുകാരിയും ഞാൻ ഇവിടെ താമസിക്കുന്നില്ല എന്നിന് അവളും പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പം ഇവിടെ ഹാരിയാണ് രാത്രി ഫുൾ ഉറങ്ങാതെ ഇവളുടെ ക്രഷിന് വേണ്ടി അവളെ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവളും ഉറക്കൊന്നില്ലാതെ റെഡിയാക്കി ആ റെക്കമെൻഡേഷൻ ലെറ്റർ എടുത്തോണ്ട് ഇവളുടെ ടീം ലീഡറിന്റെ ചെന്ന് കൊടുക്കും. അപ്പോഴാണ് അവരാണ് ഷോക്കായിട്ട് ഇവൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് ഫുള്ളും റെഡിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇത് ചെയ്യാൻ അത്ര വലിയ സമയം എടുത്തില്ലെന്ന് പറഞ്ഞ് മിൻവോ ഇവിടെ ജോലിക്ക് ചേർക്കാൻ അവൾ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ ആ പ്രസന്റേഷനെ കുറിച്ച് ഇവളുടെ ടീം ലീഡറിനോട് വിശദീകരിച്ച് പറയുമ്പം അവസാനം അവരാണ് ഇവള് തന്നെ ബോസിനോട് ചെന്ന് ഈ പ്രസന്റേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറയും. അതോടെ അവള് മേടിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ട് അവിടെ ചെന്ന് പറഞ്ഞെന്ത് എന്നിന് ഹാരിയും ചോദിച്ചു നോക്കുമ്പം അവരാണ് എന്തായാലും ഇവളുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവള് പോയാലേ ഓൾ ക്ലിയർ ആകത്തുള്ളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ ഫോഴ്സ് ചെയ്ത് അവളെ ടീം ലീഡറിന്റെ കൂടെ പറഞ്ഞിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ പുറത്തുനിന്ന് മാസ്കും കണ്ണാടിയൊക്കെ എടുത്തിട്ടിട്ട് ഇപ്പൊ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി വരുമ്പം ഇവളാണ് ടീമോന് തിരിഞ്ഞോലി നോക്കാതെ അവൾ സ്ക്രീൻ നോക്കി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും ഇവൾ ഇങ്ങനെയാണോ പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് മാസ്ക് ഊരി നല്ലോണം സംസാരിക്കാൻ വേണ്ടി പറയും. അതോടെ അവളാണ് മാസ്ക് ഊരിയ പിന്നെ ഞാൻ ആരാന്ന് ഇവന് മനസ്സിലാകൂല്ലേ, പിന്നെ അതോടെ ജോലിന്നും പുറത്താക്കും എന്നിന് ഇവളുടെ ജീവനാണ് മൊത്തത്തിൽ പോയി അവനോട് ഇവൾക്ക് വൈറൽ പനിയാന്ന് പറഞ്ഞ് കള്ളം പറയും. അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ മാസ്ക് ഇട്ട് തന്നെ സംസാരിക്കാൻ പറയുമ്പം അവള് രക്ഷപ്പെട്ടെന്ന് അവസാനം പ്രസന്റേഷൻ എല്ലാം ഇവള് പറഞ്ഞു തീർക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ഹാരിയുടെ കൂട്ടുകാരിയും പുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വീട് നോക്കുമ്പം ഇവളിപ്പോ നോക്കി വെച്ചേക്കുന്ന അതേ സ്ഥലത്തിന്റെ അടുത്താണ് ടൈമുന്റെ സെക്രട്ടറിയും
യൂറയും താമസിക്കുന്നത്. പക്ഷെ ഇവർ തമ്മിൽ ഇപ്പൊ കണ്ടുമുട്ടത്തില്ല. അതേസമയം ഇവിടെ ഹാരിയാണ് ഭയങ്കര സന്തോഷത്തി ഇവൾ മിൻവുവിനെ ഇവളുടെ കൂടെ വർക്ക് ചെയ്യാൻ സമ്മതിപ്പിച്ചെന്നറിഞ്ഞ് ആ കാര്യം അവനോട് പറയാൻ വേണ്ടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോഴാണ് ഇവളാകെ തകർന്നു പോകുന്ന പോലെ ഇവളുടെ കൺമുമ്പിൽ തന്നെ അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയ ആ പെങ്കൊച്ചായിട്ട് വീണ്ടും അവിടെ നിന്ന് കിസ്സൊക്കെ ചെയ്ത് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് ഹാരി ഇവിടെ ഒരു സെക്കൻഡ് ഞെട്ടിപ്പോകുമ്പം അതിനേശം അത് കാണുന്ന അവനാണ് ഇവളെപ്പോഴാ വന്നേന്ന് പറഞ്ഞ് അവനിങ്ങനെ പതി അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും ഇവരുടെ ഫ്രണ്ട് ചിരിച്ചോണ്ട് ഓ യൂറ നീ എപ്പോഴാ തിരിച്ചു വന്നേ? എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നിങ്ങൾ സംസാരിച്ചോ. എന്നിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയ ഉടനെ ഇവിടെ അവനും ചെറിയ കൺഫ്യൂസിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഇവൾക്ക് മെസ്സേജ് അയച്ച് വീണ്ടും യൂറായിട്ട് ഒന്നേറുന്ന കാര്യം ഇവളോട് പറയായിരുന്നെന്ന് അറിയാം. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഇവളിപ്പോ ഷോക്കായി കാണൂലോ എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് ഇടുമ്പം ഇത് കണ്ടിട്ട് അവളാണ് വിഷമിച്ച് അപ്പൊ ഇതുവരെ അവൻ ആകെ യൂറയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞ് അവൾക്ക് നല്ല സങ്കടമാകും. അങ്ങനെ ഇവരൊക്കെ പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ എന്നേലും ഒരു ദിവസമെങ്കിലും ഇവളോട് ഒരു ഇഷ്ടം വരും എന്ന് പറഞ്ഞ് അവളൊരു ഫ്രണ്ടായിട്ട് അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം വരെ അവൻ ഇവളുടെ ഫ്രണ്ടിനെ മാത്രമേ നോക്കിയോളൂ എന്നറിഞ്ഞ് അവൾ വിഷമിച്ചോണ്ട് ബസ്സിൽ കയറാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഓടിയെന്നൊരുത്തനും ഇവളറിയാ തള്ളിവിട്ടിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ഇരിക്കുന്ന ആ പ്രസന്റേഷൻ മൊത്തത്തിൽ തറയിലേക്ക് വീഴുമ്പോഴാണ് അതിന്റെ കൂടെ തന്നെ ടൈമോ ആണ് ഇവളെ ഫോൺ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ അത് അവൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് അവിടുത്തെ കുഴിക്കകത്തങ്ങ് വീഴും. അതിനുശേഷം അവളും കരഞ്ഞോണ്ട് ഇവൾക്ക് വിഷമില്ലെന്ന് വിചാരിച്ചാലും ഇവൾക്ക് നല്ലോണം അത് വേദന എടുക്കുമെന്ന് പറഞ്ഞ് അവൻ ഇപ്പോഴും അവള് മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് ഇവൾ ഇവിടുന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ആ ഫോൺ തറയിലേക്ക് വീണപ്പോൾ ആ കോൾ അറ്റൻഡ് ആയി കാണും. അതുകൊണ്ട് ഇവനാണ് ഇവളിപ്പോ കരഞ്ഞോണ്ടിരിക്കുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അവൾക്ക് എന്ത് പറ്റി കാണുന്ന അറിഞ്ഞ് ഇവൻ അവളോർത്ത് വിഷമിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവളെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആ കോൺട്രാക്ട് അനുസരിച്ച് അവന്റെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി ചെല്ലുക. അപ്പോഴാണ് അവളും ആ മിൻവോ തന്ന മ്യൂസിക് ഷോയുടെ ടിക്കറ്റ് കണ്ടിട്ട് ഇതും ഇന്നല്ലേ എന്ന് പറഞ്ഞ് അവൾ എടുത്ത് വെച്ച് നോക്കിയിട്ട് അവൾ പുറത്ത് നിന്ന് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ അവൻ്റെ കൂടെ സംസാരിച്ച പോലെ കോൾ ലിസ്റ്റിൽ കാണും. പക്ഷെ അവൾക്കാണ് അവൻ്റെ കൂടെ സംസാരിച്ചായിട്ട് ഓർമ്മ പോലും ഇല്ല. അതുകൊണ്ട് ഫോൺ തറയിൽ വീഴുന്നപ്പോൾ അവനെ കരഞ്ഞോണ്ടിരിക്കുന്നതെല്ലാം കേട്ടോന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചിരിക്കുമ്പം അതേസമയം അവന് കാറായിട്ട് ഇവളെ വിളിക്കാൻ വേണ്ടി അവിടേക്ക് വരും. എന്നിട്ട് അവൾ ഇവനോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നലെ ഇവൻ ഫോൺ വിളിച്ചായിരുന്നെന്ന് പറഞ്ഞ് ഇന്നലെ അവൻ വല്ലതും കേട്ടായിരുന്നോ ചോദിക്കും. അപ്പോഴാണ് അവനും ഇന്നലെ ഫോൺ വിളിച്ചു നോക്കി പക്ഷെ എടുത്തിട്ട് ആരും സംസാരിക്കാത്തുണ്ട് പിന്നെ ഫോൺ കട്ട് ചെയ്തെന്ന് പറയും. അല്ലാതെ അവൾ കരഞ്ഞതിനെ കുറിച്ച് അവൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ആശ്വാസപ്പെടും. അതിനെ ശിവ രണ്ടുപേരും കൂടെ അവന്റെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവളാണ് പേടിച്ചിട്ട് ഇവന്റെ അപ്പൂപ്പ എല്ലാം കണ്ടുപിടിച്ച പിന്നെ മൊത്തത്തിൽ പ്രശ്നത്തിലെന്ന് പറഞ്ഞ് അവൾക്ക് ചെറിയ പേടി കാണും. അപ്പോഴാണ് അവനും ഇവൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് എങ്കിൽ പിന്നെ അകത്ത് വെച്ച് യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറിച്ചില്ലും. അപ്പോഴാണ് ഇവന്റെ അപ്പൂപ്പനാണ് ഇവന്റെ കൂടെ വന്ന് വേറൊരു സ്റ്റാഫിനെ കണ്ടിട്ട് മിസ് ഷിൻഗ്യും ഹി കണ്ടത് ഭയങ്കര സന്തോഷം എന്നിട്ട് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പം ഇവനാണ് അതല്ല ഇതാ എന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞ് പരിചയപ്പെടുത്തും. അങ്ങനെ അതുകൊണ്ട് ഇവരുടെ കണ്ടുമുട്ടൽ തന്നെ ഒരു ഓക്വേർഡായിട്ടാണ് നടക്കുന്നത്. അതിനെ ശിവരിങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പം അപ്പൂപ്പൻ ഇവളുടെ ഗെറ്റപ്പ് എല്ലാം കണ്ടിട്ട് ന്യൂയോർക്കിൽ പഠിച്ചതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലുക്കിലുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം ചുമ്മാ ചോദിക്കുമ്പം ഇവളാണ് അത് തന്നെ ന്യൂയോർക്കിലല്ലായിരുന്നോ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ശീലമായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് ഹൈക്കിങ് ചെയ്യാൻ കുറെ ഇഷ്ടമല്ലേ, കുറെ മലകളുടെ മുകളിലൊക്കെ എപ്പോഴും നടക്കാറുണ്ടെന്ന് ടൈമിനോട് പറയാറുണ്ട് എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് അങ്ങേരാണ് ഇവൾക്ക് ഹൈക്കിങ് ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ടൈമിനോട് നമ്മൾ മുമ്പ് പോയ ഓർമ്മയില്ലേ സ്വിറ്റ്സർലാൻഡ് വെച്ച് ആ കാര്യം ഇപ്പൊ ആലോചിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം എന്നിട്ട് അവൾ അവിടെ നിന്ന് ആക്ടിങ് ചെയ്യാൻ തുടങ്ങുമ്പം ഇത് കണ്ട് അവന്റെ അപ്പൂപ്പനും ഇവൾക്ക് ടൈമിന് അത്രക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ലാതെ അതുകൊണ്ടല്ലേ ഞാൻ അവനെ ഡേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇവളും കുറച്ച് ടെൻഷനായിട്ടൊക്കെ പറയുമ്പം അങ്ങേരാണ് എങ്കിൽ പിന്നെ എന്തിനു ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ചെയ്തെന്ന് ചോദിക്കും. അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് അപ്പൂപ്പ അതൊക്കെ ഇപ്പൊ സംസാരിക്കണ്ട, അതൊക്കെ നടന്നു കഴിഞ്ഞല്ലേ എന്നിട്ട് ഇവന് സംസാരം മാറ്റാൻ നോക്കുമ്പം അങ്ങേരാണ് ഇതൊക്കെ ചോദിക്കണ്ടേ മോനെ, എന്നാലല്ലേ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കത്തുള്ളൂ എന്നിട്ട് അങ്ങേര് ചോദിക്കുമ്പം ഇത് കേട്ട് അവളും എന്താ പറയണെന്നറിയാതെ ആദ്യം ഇവളെക്കാളും വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവള് ബ്രേക്കപ്പ് ചെയ്തെന്ന് പറയും. പക്ഷെ പിന്നീട് ഇവൻ ആ തെറ്റ് മനസ്സിലാക്കി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് കളഞ്ഞിട്ട് ഇവളുടെ കൂടെ ഒന്നുതരാൻ വേണ്ടി വന്നപ്പോ തന്നെ അവൾ അതൊക്കെ മറന്നിട്ട് ഇവന്റെ ഒരു സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി പറയും. ഇത് കേട്ട് അങ്ങേർക്കാണ് വിശ്വാസം വരാതെ ഇവനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് കളഞ്ഞിട്ട് നിന്നെ കാണാൻ വന്ന മോളെ ഉള്ളയാണോ എന്നിട്ട് അങ്ങേര് ചോദിക്കുമ്പം അവളാണ് സത്യ അതുകൊണ്ടല്ലേ ഞാൻ സമ്മതം പറഞ്ഞേ, കൂടാതെ ടീമിന് മഴ ഒട്ടും ഇഷ്ടമല്ല, ആ സമയത്ത് നല്ല മഴയും കൂടെ ആയിരുന്നു എന്നിട്ട് അവൻ എന്നെ കാണാൻ വേണ്ടി വന്ന് എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവനാണ് ചെറിയ ദേഷ്യത്തില് ആദ്യം നമുക്ക് കഴിക്കാം എന്നിട്ട് സംസാരിച്ച പോലെ എന്നിട്ട് അവ രണ്ടുപേരും മിണ്ടാതാക്കും. കാരണം അവന്റെ അച്ഛനമ്മയും മഴയത്ത് മരിച്ചോണ്ട് അവൻ ആ മഴ ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവനാണ് ഇവളെന്തിനാവശ്യമില്ലാതെ മഴയത്ത് ഇവനെ കാണാവന്നായിട്ട് പറഞ്ഞേന്ന് അവനിപ്പോ ചോദിക്കുമ്പം അവളാണ് ഇവന് മഴ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് ഇവളെ കാണാൻ വന്നെന്ന് പറഞ്ഞാലല്ലേ ഇവന്റെ അപ്പൂപ്പന് ഒരു വിശ്വാസം വരുത്തുള്ളെന്ന് പറഞ്ഞ് അവൾ അതിനുവേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്തെന്ന് പറയും. ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് റിലേഷൻഷിപ്പ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന പോലെ നീ അങ്ങനെയൊന്നും സംസാരിക്കണ്ട, അങ്ങേരെന്തോ ചോദിക്കുന്നോ അതിന് മാത്രം ഉത്തരം കൊടുത്താൽ മതി കേട്ടല്ലോ എന്നിട്ട് ഇവൻ ടെൻഷനാന്നുണ്ട് അവളാണ് ശരിയെന്ന് പറഞ്ഞ് കുറച്ച് സൈലന്റ് ആകും. അതിനുശേഷം അവന്റെ അപ്പൂപ്പൻ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് പുറത്ത് ബൺ ഫാക്ടറിയിലേക്ക് പോയാലോ ചോദിക്കുമ്പം ഇവിടെ അവനാണ് വേണ്ടെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവൾക്ക് ബൺ ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞ് അവള്
സമ്മതിക്കുമ്പം അങ്ങേരെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് വന്നറിഞ്ഞ് ഇവരെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് അവനും ദേഷ്യത്തി നിനക്ക് ബണ്ണ് വേണോന്ന് പറഞ്ഞിട്ടൊക്കെ പോകുമ്പം ഇവളാണ് ഇവൻ എന്തിനാ ഇപ്പൊ ഇത്രയും ദേഷ്യപ്പെടുന്നെന്ന് അറിഞ്ഞ് ആ മഴ ഇവനല്ല ചെയ്തോന്ന് പറഞ്ഞ് അവന്റെ പുറകെ തന്നെ പോകും. അങ്ങനെ അതിനുശേഷം ബണ്ണിന് വേണ്ടി ഇവര് കുറെ യാത്ര ചെയ്ത് പോകുമ്പം അവളാണ് ബണ്ണ് കഴിക്കാൻ വേണ്ടി ഇത്രയും ദൂരം എന്തിനാ വന്നേന്ന് ചോദിക്കും. അതുകൊണ്ട് അവനും ദേഷ്യത്തി ഇവളല്ലേ ചോദിച്ച് അതുകൊണ്ട് അനുഭവിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവന്റെ സംസാരം കേട്ട് അവളാണ് ഇവനെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ അവള് കുറച്ച് എക്സ്ട്രാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്റെ അപ്പൂപ്പന്റെ വിശ്വാസം വാങ്ങിക്കാൻ നോക്കിയെന്ന് ഇവള് ചെയ്ത സഹായത്തിന് എന്തിനാ ഇവനിങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ആ സമയത്ത് അപ്പൂപ്പൻ ഇവരെ നോക്കുമ്പം ഇവൾ അവനെ പിടിച്ചടിപ്പിച്ചിട്ട് ആ ടോപ്പിക്ക് അതോടങ്ങ് നിർത്തും. അങ്ങനെ അതിനുശേഷം അവൾ അപ്പൂപ്പനായിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോഴാണ് അങ്ങേരാണ് ആദ്യം കണ്ടപ്പോ ഇവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ഇപ്പൊ സോറി പറയും. അങ്ങനെ ഇവളുടെ ഗെറ്റപ്പൊക്കെ കണ്ട് ഒരു സെക്കൻഡ് ഷോക്കായതുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് പറയുമ്പം ഇത് കേട്ട് ഇവളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞോണ്ട് ഈ ഗെറ്റപ്പ് കാണുമ്പോൾ അവൾക്ക് ഓക്കെ അല്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ രണ്ട് സംസാരിക്കുന്നിടെ അവളുടെ ബർസ് തറയിലേക്ക് വീഴുമ്പം അപ്പൂപ്പനാണ് ഇത് എടുത്തു കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളുടെ ഇരുന്ന ആ മ്യൂസിക് കൺസേർട്ടിന്റെ ടിക്കറ്റ് കാണുന്നത്. അതിനുശേഷം അവിടേക്ക് വരുന്ന ടീമിനോട് ഇവൻ എപ്പോഴെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട മിസ് ഗ്യുൻഹി നിന്നോട് മ്യൂസിക് ഷോ കാണാൻ പോലും വിളിക്കാത്തേന്ന് പറഞ്ഞ് ഇങ്ങേര് ഇവ രണ്ടിന് കാണാൻ വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞ് തെറ്റിയിരിക്കും. അതേസമയം അവളാണ് ഇത് അവന് വേണ്ടി വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം അവന്റെ അപ്പൂപ്പനും ഇന്നത്തെ ഷോയ്ക്ക് നിന്നെ വിളിക്കാൻ വേണ്ടി ഇരുന്ന പക്ഷെ നീ എപ്പോ നോക്കിയാലും വർക്ക് എന്ന് പറഞ്ഞ് നടക്കുമല്ലേ, അതുകൊണ്ട് ഇന്നൊരു ദിവസം നീ ഇവളുടെ കൂടെ ഈ മ്യൂസിക് ഷോന് പോകണം, ഞാൻ നിന്റെ പുറകെ തന്നെ കാണും. ഏതിന് അങ്ങേരും പറഞ്ഞിട്ട് പോയ ഉടനെ ഇവനാണ് ഇനി ഇതിനും പോകണമെന്ന് പറഞ്ഞ് അവളൊരു നോട്ടം നോക്കും. ഇതേസമയം ഇവളുടെ കൂട്ടുകാരിയാണ് അവൾ സെക്രട്ടറിയുടെ അടുത്ത് തന്നെ താമസം മാറും. അങ്ങനെ അവള് സോഫയെ കൂളായിട്ടൊക്കെ ഇരുന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പം അവിടെ നിന്ന് ഒരു പാറ്റി ഇറങ്ങി വരും. ഇത് കണ്ട് അവളാണ് പേടിച്ചിട്ട് എനിക്ക് ഈ പാറ്റിയെ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചോണ്ട് ഓടി പുറത്തേക്ക് ചെന്ന് സേഹുവിനെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പോഴാണ് അവനാണ് ഇവിടെ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവസാനം ഇവർ രണ്ടുപേരും ഇപ്പൊ കണ്ടുമുട്ടി ഇപ്പൊ രണ്ടുപേരും അടുത്തടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർക്കൊരു ഷോക്കായിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും അകത്തൊരു പാറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അവനോട് കാര്യം പറയുമ്പം ഇവനാണ് അതിനെ കൊല്ലാൻ വേണ്ടി ഇവളുടെ വീട്ടിനകത്ത് കയറും. പക്ഷെ അളിയനും ഇവിടെ പാറ്റയെ കണ്ട പേടിയ. അങ്ങനെ അവളാണ് ആ പാറ്റ അനങ്ങുന്നുണ്ട് ദൂരോട്ട് പോയി നിൽക്കുമ്പം ഇവനാണ് ഇനി ഒറ്റയ്ക്ക് ഞാൻ ഇതിനെ കൊല്ലണമെന്ന് പറഞ്ഞ് അവൻ കയ്യിലൊരു ഹിറ്റുമായിട്ട് ചെന്നിട്ട് ആ പാറ്റയെ മറച്ചു വെച്ചേക്കുന്ന കപ്പ് ചുറ്റും അവനത് അടിച്ചു വയ്ക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവളാണ് ഇങ്ങനെ പുറത്താ ഹിറ്റ് അടിച്ച അത് ചാകുമെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനാണ് ആർക്കറിയാന്ന് പറഞ്ഞ് വേണം അകത്തും കൂടെ അടിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും സത്യത്തിൽ ഇവനും പാറ്റയെ പേടിയില്ലേന്ന് ചോദിക്കുമ്പം അവനും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പാറ്റ അവൻ അലർജിയാന്ന് പറയും. അപ്പോഴാണ് ആ കപ്പ അനങ്ങിയ ഉടനെ ഇവർ രണ്ടുപേരും പേടിച്ച് പുറമോട്ടങ്ങ് മാറും. അതിനേശം അവനും ഓ നീ പേടിച്ചോ, എനിക്കൊന്നും കുഴപ്പമില്ല, ആ പാറ്റയെ ഞാൻ ഇപ്പൊ തീർത്തരാം എന്നിന് അവനും ആ കപ്പിന്റെ അകത്തേക്ക് ചെന്ന് കുറെ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പം ഇവളാണ് ഇവൻ എന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവളതൊക്കെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം ആ പാറ്റയെ കൊന്ന് ഒരു യുദ്ധം തീർന്ന് അവൻ പുറത്തേക്ക് വരുമ്പം അവള് സഹായിച്ചിന് താങ്ക്സ് പറയും. അതുകൊണ്ട് ഇനി നമുക്ക് ഫ്രണ്ട്സ് ആകാന്ന് പറഞ്ഞ് ഇവൾ അവനായിട്ട് പരിചയപ്പെടാൻ നോക്കുമ്പം അവനാണ് അത് നടക്കും തോന്നില്ലെന്ന് പറഞ്ഞോണ്ട് ഇവന്റെ ബോസിനെ വേറൊരു പെങ്കൊച്ചിനെ പറഞ്ഞ് ചതിച്ചോണ്ട് ഇവളുടെ കൂടെ ഫ്രണ്ട് ആകാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോയ ഉടനെ ഇവളാണ് ചമ്മി പോയിട്ട് ആ കൊള്ളാം ഒരു ഫ്രണ്ടായിട്ടും അവന് റിജക്ട് ചെയ്ത് ഏതിന് ഇവള് ഷോക്ക് അടിച്ചിരിക്കും. ഇതേ സമയം അപ്പൂപ്പനും ഇവ രണ്ടുപേരും കൂടെ ആ മ്യൂസിക് ഷോ ഒന്ന് കൊണ്ടാക്കിയിട്ട് അവരകത്തേക്ക് കയറുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളാണ് വേണേ അങ്ങേര് പോയതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവനാണ് മ്യൂസിക് ഷോ തുടങ്ങുന്നവരെ അങ്ങേര് എന്തായാലും പോകത്തില്ലെന്ന് പറഞ്ഞ് എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ ഷോ ഒരുമിച്ച് തന്നെ കാണാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ മ്യൂസിക് ഷോ കണ്ട് എൻജോയ് ചെയ്യുമ്പം ആ സ്റ്റേജിലെ സിംഗറാണ് ഫാൻസ് എഴുതിയ ഒരു ലെറ്റർ ഇന്ന് ഒരെണ്ണെടുത്ത് ഇപ്പൊ വായിക്കാൻ പോകുന്ന പറഞ്ഞ് അവൻ അതെടുത്ത് ഇപ്പൊ വായിക്കും. അപ്പോഴാണ് ഷിൻഹാരിയുടെ ക്രഷ് അവന്റെ പേപ്പറായിരിക്കും എടുത്ത് വായിക്കുന്നത്. അതായത് ഇന്ന് അവന്റെ ഒരു ഫ്രണ്ട് ഈ മ്യൂസിക് കൺസേർട്ടിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ബോയ് ഫ്രണ്ട് ആയിട്ട് വരണം എന്ന് പറഞ്ഞ് അവന്റെ ആഗ്രഹത്തിനകത്ത് എഴുതി വെച്ചേക്കും. അങ്ങനെ അവൻ ബ്രേക്കപ്പ് ചെയ്തപ്പോൾ അവന്റെ കൂടെ അവൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവൾക്കൊരു ബോയ് ഫ്രണ്ട് കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ആ എഴുതി വെച്ചേക്കുന്നൊക്കെ വായിച്ചിട്ട് സീറ്റ് നമ്പർ 42 43 വന്നിട്ടുണ്ടോ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഹാരിയാണ് ഇവന്മാര് നമ്മളെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നിന് അവള് കാര്യമില്ല മനസ്സിലാക്കി ഇവിടെ കുറച്ച് ടെൻഷനെ ഇരിക്കുമ്പം എല്ലാരും കൂടെ അപ്പൊ ഇതാണോ ഇവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാം കൺഗ്രാജുലേഷൻ പറയും. അവരാണ് ഹാരിയും അങ്ങനെയൊന്നല്ലെന്ന് ഇവളും പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നോക്കും. പക്ഷെ എല്ലാരും കൂടെ ഇവരെ കപ്പിൾസ് ആയിട്ട് കണക്കാക്കി. അവരാണ് ഹാരി ആലോചിച്ച് നോക്കുന്നത് അവൾക്ക് ഈ പാട്ട് തന്നെ ഇഷ്ടപ്പെട്ടത് ഇവളുടെ ക്രഷ് മിൻവോന് ഇഷ്ടപ്പെട്ടതുണ്ട്. അങ്ങനെ 7 വർഷമായിട്ട് ഇവൾ ഓൺ സൈഡ് ആയിട്ട് അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ ഇവളുടെ ഇഷ്ടം മനസ്സിലാക്കാതെ ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇവിടേക്ക് വിളിച്ചതുകൊണ്ട് അവൾ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് ഇത് മനസ്സിലാക്കുന്ന ടീമും അവളുടെ കരച്ചിൽ തുടച്ചളയാൻ വേണ്ടി കർച്ചീഫ് കൊടുക്കും. എന്നിട്ട് പുറത്ത് വെച്ച് ഇവളിങ്ങനെ കരഞ്ഞോണ്ട് വന്നുകൊണ്ട് അവനും ചെറിയ അപ്സെറ്റ് ആകും. അതുകൊണ്ട് കുറച്ചുപേരും പോയിട്ട് അവനാണ് ഇവൾ അന്നത്തെ പോലെ എപ്പോഴും ഇങ്ങനെ ഈസി ആയിട്ട് കരയാൻ ചോദിക്കും. ഇത് കേട്ട് അവള് ഷോക്കായി അപ്പൊ അന്നൊന്നും കേട്ടില്ലെന്ന് എന്നോട് പറഞ്ഞ നീ കള്ളം പറഞ്ഞാണോ എന്നിന് ഇവള് ചോദിക്കുമ്പം അവനും ഇവളുടെ സന്തോഷത്തിന് വേണ്ടിയാ ചുമ്മാ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കൂടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. അതിനേശം അവളും എങ്കിൽ പിന്നെ ഇവൻ ചെയ്ത സഹായത്തിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കർച്ചീഫ് വാഷ് ചെയ്തിട്ട് പിന്നെ തരാന്ന് പറയുമ്പം ഇത് കേട്ട് അവനൊരു സെക്കൻഡ് നിന്നിട്ട് ഇവളപ്പോ സത്യത്തിൽ 7 വർഷമായിട്ട് ഇവളുടെ ഫ്രണ്ടിനെ സ്നേഹിക്കുമായിരുന്നു
ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ പാസ്റ്റ് ആയിരുന്നു, ഇപ്പൊ അവളെല്ലാം മറന്നിട്ട് ഇനി ഒരു ഫ്രണ്ടായിട്ട് ജീവിക്കാൻ പോകാൻ പറയും. കാരണം അവൻ വീണ്ടും അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടായിട്ട് സെറ്റായെന്നുള്ള കാര്യം ഇവനോട് പറഞ്ഞിട്ട് അവൾ 7 വർഷം അവന്റെ കൂടെ ഇരുന്നതും അവൾക്ക് സന്തോഷമാണെന്ന് പറയും. പക്ഷെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഇവനെ പോലെ ആൾക്കാർക്ക് ഇതൊക്കെ വെറുപ്പായിരിക്കത്തില്ല എന്നറിഞ്ഞ് അവളും പറഞ്ഞിട്ട് നടക്കുമ്പോഴാണ് ഇവനാണ് ഇങ്ങനെ 7 വർഷം വെയിറ്റ് ചെയ്ത് ഒരു റിസൾട്ട് പറഞ്ഞാൽ നമുക്കില്ല, അതിനേക്കാളും തുച്ഛമായ സമയത്ത് നമുക്ക് റിസൾട്ട് വരുന്ന കുറെ സംഭവങ്ങളുണ്ട് എന്നിട്ട് അവന് സമാനപ്പെടുത്താൻ പറയുമ്പം ഇവൾക്കാണ് ചിരി വന്നിട്ട് ഇവൻ എല്ലാ കാര്യത്തിനെയും ബിസിനസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവൾക്ക് അതാലോചിച്ച് ചിരി വരാന്ന് പറയും. അപ്പോഴാണ് അവനും ഇതിനും ഭാര്യ സമാനപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവൻ പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ സോറി എന്ന് പറയുമ്പം അവളാണ് എന്തായാലും സമാനപ്പെടുത്താൻ നോക്കി തന്നെ ഇവൾക്ക് സന്തോഷം എന്ന് അറിഞ്ഞിട്ട് ഇവൻ ഇഷ്ടപ്പെടാത്ത മഴയെക്കുറിച്ച് സംസാരിച്ചതിനും അവൾ സോറി പറയും. അപ്പോഴാണ് അവനും എന്തായാലും കുറച്ച് അവന് ഓവറായിട്ടാ പോയെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ സമാധാനമാകും. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടെ ഇപ്പൊ നടന്ന് നമ്മൾ എങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് രണ്ടുപേർക്കും മനസ്സിലാകത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഹാരിയും കുറെ ഫുഡൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ ഇവ മറ്റേ ഡ്രാമയെ കാണുന്ന പോലെ ഇങ്ങനത്തെ കടയിൽ നിന്ന് കഴിക്കത്തില്ലെന്ന് പറയാൻ വരുവാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അങ്ങനത്തെ ഡയലോഗൊന്നും ഞാൻ ഇറക്കത്തില്ല, കാരണം ഇതിരിക്കുന്ന പല ഫുഡും എന്റെ കമ്പനി കണ്ടുപിടിച്ച പ്രോഡക്ട്സ് എന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവൾക്കൊരു ഫോൺ കോൾ വരും. അങ്ങനെ അതുകൊണ്ട് അവൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പം പെട്ടെന്ന് ഇവളെ നോക്കിയ ഒരു ബോൾ വരും. അതോടെ അവനാണ് ഇവളെ ചെന്ന് രക്ഷിക്കാൻ വേണ്ടി പോകുമ്പം ആ സമയം കൊണ്ട് തന്നെ ആ പന്ത് ഇവളുടെ കണ്ണിനകത്തം കൊള്ളും. അതിനുശേഷം അവനാണ് പേടിച്ചിട്ട് ഇവൾക്കൊല്ലം പറ്റുമെന്ന് ചോദിക്കുമ്പം അവൾക്കാണ് ആ വേദന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനുശേഷം പുറത്ത് വെച്ച് ഇവൻ ഐസൊക്കെ എടുത്ത് ഇവളുടെ കൊടുത്തിട്ട് കണ്ണിനകത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് ആശുപത്രി പോകാൻ പറയുമ്പം അവൾ ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. അതിനുശേഷം ഇവനും കുറച്ച് കെയറിങ്ങോടെ സംസാരിക്കുന്നുണ്ട്. അവളാണ് ഇവന് സമയം വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെറുതെ ഫേക്കായിട്ട് ഇവന്റെ അപ്പൂപ്പനെ പറ്റിക്കാൻ വേണ്ടി ഇവളുടെ കൂടെ നടന്ന് സമയം കളയേണ്ടെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആരെയൊക്കെ സെറ്റ് ചെയ്ത് കല്യാണം കഴിക്കാൻ പറയും. അല്ലെങ്കിൽ ഇവളുടെ കൂടെ കറങ്ങുന്ന ഈ സമയമൊക്കെ പിന്നീട് അവന് വേസ്റ്റ് ആയിട്ട് തോന്നുന്നു പറയുമ്പം അത് കേട്ട് അവനാണ് അതും ശരിയാന്ന് പറഞ്ഞ് അവൻ ആലോചിക്കാന്ന് പറയും. അതിനുശേഷം അവള് പോകുന്ന മുമ്പ് ഇവൾക്ക് ആ കൺസേർട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഇവന്റെ കൊടുത്തിട്ട് ഇവൻ ചെയ്ത സഹായത്തിനൊക്കെ താങ്ക്സ് പറയും. എന്നിട്ട് അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇന്ന് ആ മ്യൂസിക് ഷോ പോയതും ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിലും അവൻ കുറച്ച് എൻജോയ് ചെയ്തെന്ന് പറയും. അങ്ങനെ ആ മെസ്സേജ് ഉണ്ട് ഇവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പം അതേസമയം അവനാണ് ഇവൾ തന്ന ഗിഫ്റ്റ് എന്തോന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോഴാണ് ആ പാടാൻ വന്ന രണ്ടമ്മറ പാവക്കുട്ടി കണ്ടിട്ട് സത്യത്തിൽ ഞാൻ ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ അതിന്റെ കൂടെ സംസാരിച്ച് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.